വീഡിയോ സ്റ്റാർട്ടായി. ഇനി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കുക. ഇവിടെ വിളിക്കുമ്പോ വന്നാൽ മതി. ടേബിൾ പ്രോഡക്റ്റ് റിവ്യൂ ടേബിൾ. ശരി, ഇവിടെ ഇങ്ങോട്ട്. ഹലോ ഗായ്സ്. അപ്പോ ഞാൻ എൻ്റെ ഓൺ വോയിസിൽ വീഡിയോയുടെ മുന്നിൽ വന്നതിന് ഒരൊറ്റ റീസണേ ഉള്ളൂ. ഒരു സാധനം നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ്. തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഞാനൊരു ക്യാമറ വാങ്ങി അത് നിങ്ങളെ ഒന്ന് അൺബോക്സ് ചെയ്ത്, ഞാനിത് ഇതുവരെ അൺബോക്സ് ചെയ്തിട്ടില്ല. ജസ്റ്റ് പാക്ക് പൊട്ടിച്ചത് മാത്രമേ ഉള്ളൂ. പക്ഷേ ബോക്സ് ഞാൻ ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല. അത് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അത് നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ കാണിക്കാമെന്ന് വെച്ചു. DJI Osmo Pocket 3 ഗിംബിൾ ക്യാമറ. ഇതൊരു വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ചെറിയൊരു പൈസയ്ക്ക് ഒരു സാധനം വാങ്ങിക്കണമെന്ന് വിചാരിച്ചാൽ അതിന് ഒരുപാട് പോരായ്മകളുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങളൊന്നും കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പം ഒരുപാട് നോക്കി കണ്ട് എടുത്ത് വെച്ച് എങ്ങനെയാണ് ഒരു നല്ലൊരു ക്യാമറ, അതൊരു ബഡ്ജറ്റ് ലെവലിന്, ഇത് ബഡ്ജറ്റ് ഒന്നും പറയാൻ പറ്റില്ല, എന്നാലും ഒരു ദുബായില് സംബന്ധിച്ച് ചെറിയ വിലയേ ഉള്ളൂ. പക്ഷെ നമുക്കത് ആക്ച്വലി നല്ലൊരു വിലയാണ്. ഓൾമോസ്റ്റ് ഒരു 50,000 രൂപ അടുപ്പിച്ച് ഇതിനാവും. പക്ഷെ ഇത് ഞാൻ മെയിനായിട്ട് എനിക്ക് വാങ്ങിച്ചതല്ല, ഇത് ഞാൻ സിൻസിക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാ. പക്ഷെ ഞാൻ ഇനി പോവാനായിട്ട് ഓൾമോസ്റ്റ് ഇനി ഒരു 4 മാസം കൂടെ ഉണ്ട്. അതുവരെയുള്ള എന്റെ വ്ളോഗുകൾ എനിക്ക് ഇത് വെച്ച് ചെയ്യാം. ഇത് പുള്ളിക്കാരിക്ക് ഞാൻ കൊടുക്കുന്ന ഒരു വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ടും ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടും ഒക്കെ കൂട്ടിയാൽ മതി. വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ആയതുകൊണ്ട് പുള്ളിക്കാരി കുറച്ച് പൈസ എനിക്ക് തിരിച്ചിങ്ങ് തരും, ബാക്കി ഞാൻ ഇട്ടാൽ മതി. അങ്ങനെ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. കണ്ടോ, ഞാൻ ഇതുവരെ പൊട്ടിച്ചിട്ടൊന്നുമില്ല. അതിന്റെ ആ ഒരു ലാമിനേഷൻ എല്ലാം അതുപോലെ ഇരിക്കും. ഇത് എനിക്ക് രാവിലെ കിട്ടിയതാ, ഞാൻ ഇതുവരെ പൊട്ടിച്ചില്ല. പൊട്ടിക്കാൻ വേണ്ടി ഇപ്പൊ സമയം ഓൾമോസ്റ്റ് 11:22 രാത്രി. കാരണം എനിക്ക് ഇപ്പോഴേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞൊരു സമാധാനത്തിലേക്ക് എടുക്കാന്നും പറഞ്ഞ് ഞാൻ ഇരിക്കുവായിരുന്നു. ഇങ്ങനെയൊക്കെ ഒരു സാധനം കൈ കെട്ടിക്കഴിഞ്ഞാൽ ആരാണേലും തുറന്നു നോക്കും, അത് ഉറപ്പാ. പക്ഷെ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച്, പിന്നെ ട്രൈപോഡൊന്നുമില്ല എനിക്ക്. ഞാനിപ്പോ വെച്ചേക്കുന്ന സെറ്റപ്പ് ഒക്കെ ഞാൻ പിന്നീട് ഈ വീഡിയോ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഞാനൊരു കാണിച്ചു തരാം എങ്ങനെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതെന്നുള്ളത്. അവസ്ഥയാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കണമല്ലോ, ഒരുപാട് പൈസയൊന്നും പൊട്ടിക്കാനില്ല. ഇപ്പൊ തന്നെ പൊട്ടി. അപ്പം നമുക്ക് ഇത് തുറക്കാം. കത്തി എങ്ങാണ്ട് ഇവിടെ കണ്ടു. കത്തി ഗൈസ്, സൂക്ഷിച്ചും കണ്ടും ഒക്കെ തുറക്കണേ. വർക്കായാൽ മതിയായിരുന്നു. സീലോടെ തന്നെ പൊളിക്കാം. പിന്നീട് ഞാൻ തന്നെ എടുത്ത് കളയണം. ഇപ്പോഴൊരു ഷോയ്ക്ക് എടുത്ത് കളഞ്ഞേ ഉള്ളൂ. കത്തി ഇതിന്റെ കൂടെ ഒരു പൗച്ച് തരുന്നുണ്ട് കേട്ടോ അവര്. ഇത് ക്രിയേറ്റർ കോംബോ ആണ്. ഇതിന്റെ ക്യാമറ മാത്രമായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും, അതിന് കുറച്ച് വില കുറവാണ്. ഇത് ക്രിയേറ്റർ കോംബോ എന്ന് വെച്ചാൽ വിത്ത് മൈക്ക്, ഇതിന്റെ കൂടെ ഒരു ട്രൈപോഡ്, പിന്നെ എന്താ ഒരു ബാറ്ററി ഹാൻഡിൽ, വൈഡ് ആംഗിൾ ലെൻസ്, അതൊക്കെ കിട്ടും. പിന്നെ ഇതുപോലത്തെ ഒരു ബാഗ്. ഈ ബാഗിലായിരിക്കും സാധനം വന്നിരിക്കുന്നത്. വേറെ ഇതിനകത്ത് കുറെ പേപ്പർ വർക്കുകൾ മാത്രമേ ഉള്ളൂ. അതൊന്നും വായിക്കണ്ട, പിന്നീട് സംശയം ഉള്ളപ്പോ നമുക്ക് നോക്കാം കേട്ടോ. സംശയം ഉള്ളപ്പോ നോക്കണം, എടുത്ത് കളയരുത്, ആവശ്യം വരും. പിന്നെ ഇത് തീർന്നില്ലേ? എന്തോ ഈ കൂടിയ സാധനങ്ങൾ വാങ്ങിക്കുന്നതിന്റെ കൂടെ മാത്രമേ ഈ സ്റ്റിക്കർ കിട്ടാറുള്ളൂ. സ്റ്റിക്കർ ഒട്ടിക്കാൻ അവിടെ വണ്ടിയൊന്നുമില്ല. സൈക്കിളുണ്ട്. ചൈനയോ? പറയാൻ വിട്ടുപോയി, ഈ സാധനം ദുബായിൽ ഇല്ല. ആമസോണിൽ നിന്ന് ഞാൻ വരുത്തിച്ചതാണ്. ആമസോണില്
ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് UK എന്നാ വരുന്നത്. ഇങ്ങനെ കഴിയാണിച്ച അവിടെ അല്ല, UK എന്നാണ് വരുന്നത്. അപ്പം എന്നാ ഓർഡർ ചെയ്തതെന്ന് ചോദിച്ചാ കഴിഞ്ഞ 2 ആഴ്ചയായി, ഡേറ്റ് ഓർമ്മയില്ല. ഈ കഴിഞ്ഞ ശനിയാഴ്ച എന്റെ കിട്ടുന്ന വിചാരിച്ച സാധനമാണ്, പക്ഷെ വന്നത് ഇന്ന് തിങ്കളാഴ്ചയാണ്. എന്തോ സാധനം കിട്ടി, എന്താണേലും 2 ആഴ്ച ഡിലേ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു, പിന്നെ അവര് ഡേറ്റ് കാണിച്ചത് January 19. അതോടെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആ പൈസ പോയെന്നുള്ളൊരു വിചാരമായി എന്റെ മൈൻഡിൽ. സമയത്തിന് സാധനം കിട്ടൂല. ഞാൻ ഈ ന്യൂ ഇയറിനൊക്കെ എവിടെയെങ്കിലും ഒക്കെ പോയി ചെറിയ വീഡിയോസ് ഒക്കെ എടുക്കാന്നും പറഞ്ഞിരിക്കുമായിരുന്നു. ആ ഒരു പ്ലാനിങ്ങിലൊക്കെയാണ് ഞാനിത് ഈ ഒരു സമയത്ത് വാങ്ങിച്ചത്. പൈസ ഇപ്പോഴാണ് സെറ്റായത്. കുറച്ച് പൈസ ഞാനിങ്ങനെ സേവ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു ഒരു നല്ലൊരു ക്യാമറ. എന്റെ മനസ്സിൽ നേരെ നല്ലൊരു ഓപ്ഷൻസ് എന്ന് പറയാനായിട്ട് ഇതിന്റെ കൂടെ ഞാൻ കമ്പയർ ചെയ്തത്, ഇതെടുക്കാനുള്ള റീസൺ ഇതൊരു ക്രിയേറ്റർ കോംബോ വിത്ത് മൈക്ക്, പിന്നെ ഗിംബിൾ ആണ്. അതുകൊണ്ട് ഒരു വ്ളോഗ് ചെയ്യുമ്പം അത്യാവശ്യം നല്ലൊരു സ്റ്റെബിലിറ്റി കിട്ടും. പിന്നെ ബൊക്കെ എഫക്റ്റ് ഇതിലുണ്ട്. ലൈക്ക് പോർട്രേറ്റ്, നമ്മളൊരു സാധനം സൂം ചെയ്ത് എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആവുമല്ലോ, ആ ഒരു സംഭവം ഈ ഒരു സാധനത്തിലുണ്ട്. എന്റെ മനസ്സിൽ ആക്ഷൻ ക്യാമറ ആയിരുന്നു സിൻസിക്ക് കുറച്ചും കൂടെ ബെറ്റർ. കാരണം പുള്ളിക്കാരി ഒരു റഫ് യൂസ് ആണ് എല്ലാം. അപ്പം കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഡ്യൂറബിൾ ആയിട്ടുള്ള സാധനം കൊടുക്കാൻ Ace Pro 2 Insta360 Ace 2 Pro, Ace Pro 2 ആണോ Ace Pro 2 whatever, ആ സാധനം 360 Ace 1 ഉണ്ട്. അതിന്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ രണ്ടാമത് ഇവരിപ്പോ ഈ ഒരു ലാസ്റ്റ് ഇറക്കി. പക്ഷേ ഇറങ്ങിയ അന്ന് തൊട്ട് ഞാൻ നോക്കിയിരിക്കുക അത് ഒരെണ്ണം എടുക്കാനായിട്ട്. ഇത്രയും വിലയില്ല അതിന്. ആ സാധനം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. UAE ഇതുവരെ റിലീസ് ആയിട്ടില്ല, ഇന്ത്യയിൽ ഇതുവരെ റിലീസ് ആയിട്ടില്ല. എവിടെ റിലീസ് ആയെന്ന് ചോദിച്ചാൽ ഉണ്ടാക്കിയ രാജ്യത്ത് മാത്രമേ ഇതുവരെ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇവിടുന്ന് ഓർഡർ ചെയ്യണമെങ്കിൽ അഡീഷണൽ നമ്മൾ കസ്റ്റംസ് ഡ്യൂട്ടി, ടാക്സ് ഇതെല്ലാം കൊടുത്ത് വേണം വരുത്താൻ. ഇതിനും കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, അത് ഇൻക്ലൂഡഡ് ആണ് ഇത്രയും പൈസ ആയത്. പക്ഷെ എനിക്ക് അഡീഷണൽ 20 dirhams എന്തോന്നോ അഡീഷണൽ ആയതേ ഉള്ളൂ. പക്ഷെ ഇത് വർത്ത് ആണെന്നാണ് എൻ്റെ ഒരു വിചാരം. കാരണം ഞാൻ ഒരുപാട് നോക്കി ഗൈസ്, ഇത്രയും രൂപയൊന്നും നമുക്ക് വാങ്ങിക്കാനുള്ളൊരു കെൽപ്പില്ല. പക്ഷെ എന്നാൽ പോലും ഇത് വാങ്ങാനായിട്ടുള്ളൊരു റീസൺ എന്ന് വെച്ചാൽ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി വീഡിയോസ് നിങ്ങളിൽ എത്തിക്കുക. എനിക്ക് ക്വാണ്ടിറ്റിനേക്കാൾ കൂടുതൽ ക്വാളിറ്റിയിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം കുറച്ച് സാധനമാണെങ്കിലും അതൊരു നല്ല ക്വാളിറ്റിയിൽ നിങ്ങളെ ഏൽപ്പിച്ചാൽ നിങ്ങൾക്കും അത് കാണുമ്പോൾ ഒരു ഗുമ്മ് ഫീൽ ചെയ്യും. അതുകൊണ്ട് അപ്പം വൈകിപ്പിക്കുന്നില്ല, ഞാൻ ഓരോന്നോരോന്നായിട്ട്. ആയിക്കോട്ടെ, സന്തോഷം. ബ്ലൂടൂത്ത് ആയിരുന്നു കണക്ട് ചെയ്തിട്ടിരുന്നു, ഉപയോഗിക്കുന്നില്ല എന്നാണ് പുള്ളിക്കാരി പറയും. ഞാൻ പോവാന്ന്. എല്ലാരും എന്നെ ഒറ്റയ്ക്കാക്കാണല്ലേ. പോട്ടെ. ഇതെന്താ സാധനം? ഇതിനകത്തായിരുന്നത്. ഇവിടെ വെറുതെ ഇരിക്കുക. ഇതിനകത്തിന് വല്ലതും ഉണ്ടായിരുന്നോ? ഇത് അത് അടച്ചു വെക്കാനുള്ള അടപ്പാ കേട്ടോ. പോക്കറ്റിലൊക്കെ ഇടുമ്പം അതിന്റെ ഗിംബിൾ അടഞ്ഞു കയറി ഇതിനകത്തിരിക്കും. ഞാൻ എല്ലാം വീഡിയോയിൽ കണ്ടായിരുന്നു. അല്ലാതെ എനിക്ക് പറയാനായിട്ട് എനിക്ക് അറിയത്തൊന്നുമില്ല. ഓക്കെ, ഇത് ഇവിടെ ഇരിക്കട്ടെ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ബാറ്ററി ഹാൻഡിൽ, ചെറിയ ബാറ്ററി ഹാൻഡിലാണ്, 2 മിനി ട്രൈപോഡ്, മൈക്ക്, DJI മൈക്ക്, DJI വിൻഡ് ഡിഫ്ലക്ടർ. അതിന്റെ കൂടെ തന്നെ
നൂലും ഉണ്ട്. ഒരു മിനിറ്റ്, ഇതൊന്ന് റെക്കോർഡ് ആവുന്നുണ്ടോ ഞാനൊന്ന് നോക്കട്ടെ. റെക്കോർഡ് ആവുന്നുണ്ടോ? ഇതൊരു ലോക്കൽ മൈക്ക. എനിക്കിതിങ്ങനെ കാണിക്കാനായിട്ട് ഒരു മടി, അതാണ് ഞാൻ പിന്നെ എടുത്ത് വെച്ചത്. കാണുന്നൊന്നും ഇല്ലല്ലോ, പക്ഷെ നല്ല ക്ലിയർ ഉണ്ട്, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഇതൊക്കെ മതി തൽക്കാലം, ഇതൊക്കെ മതി. അഡ്ജസ്റ്റ് ചെയ്യൂ പ്ലീസ്. മതി എന്നല്ല, സെറ്റ് വരുന്നുണ്ട്. ഫൈനലി ഇവിടെ. ഓ ഇച്ചിരി വെയിറ്റ് ഉണ്ട് കേട്ടോ, വിചാരിച്ച പോലെ ഒന്നും അല്ല, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഇരിക്കുന്നു പുള്ളി. ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിൾ. ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും ചാർജ് ചെയ്യാനും ആയിരിക്കും, പക്ഷെ എൻ്റെ PD ചാർജർ ഇല്ല. വേറെ ചാർജർ വെച്ച് ചാർജ് ചെയ്യാം. നമ്മുടെ ഫോണിന്റെ ചാർജർ ഉണ്ടല്ലോ, ഇത് നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കാം. ലാപ്പിൽ വർക്ക് ചെയ്യും. സി ടൈപ്പ് ഉണ്ട്. ഇതെന്താ? മൈക്ക് ഹോൾഡ് ചെയ്യാനുള്ള ക്ലിപ്പ്. മൈക്ക് ഇതിനകത്തുണ്ട് സിലിക്ക നേരത്തെ കളഞ്ഞ സിലിക്ക ഇവിടെ, ഒട്ടും ഈർപ്പം വരണ്ട. ഇവിടെ വരാനല്ലേ പറഞ്ഞു, കയറി. അപ്പൊ 2 സിലിക്ക. നമുക്കിത് എങ്ങനെ ഓൺ ചെയ്യുന്നത്? എനിക്ക് നോക്കാം. അളിയെ വന്നു. അളിയോ, താൻ ആരാ വിളിക്കണേ? അളിയനെ. ലാംഗ്വേജ് സെലക്ട് ചെയ്യണമായിരിക്കും അല്ലേ? തിരിച്ചു കൊണ്ടുചെല്ലുമ്പോഴേ എനിക്ക് ഇതുപോലെയൊക്കെ ഒട്ടിച്ചു വേണം സെൻസിക്ക് കൊടുക്കാൻ. പുതിയതല്ലേ, പുള്ളിക്കാർ സെറ്റ്. ലാംഗ്വേജ് സ്വൈപ്പ് ടു സ്കിപ്പ് 5 times റിമൈനിങ്. അവരുടെ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറയുക, വിച്ച് ഈസ് എ വെരി ഗുഡ് ആപ്ലിക്കേഷൻ. ഈ ഫോണിലാണ് അത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടത്, അതുകൊണ്ട് ഞാൻ പിന്നെ ചെയ്യാം. അത് ഇതിന്റെ റിവ്യൂ വീഡിയോ ഞാൻ പിന്നെ തരാം. ഇതിപ്പോ അൺബോക്സിംഗ് അല്ലേ, ബോക്സ് ഒക്കെ തുറന്നൊക്കെ കാണും. ഞാൻ ഇതൊക്കെ സ്വൈപ്പ് ചെയ്ത് കളയട്ടെ. പോകില്ലേ? സ്വൈപ്പ് ലെഫ്റ്റ് എഡ്ജ് ടു പ്ലേ ബാക്ക്. നോ SD കാർഡ്. SD കാർഡ് ഇടണം പോലും, എന്നോടാ കളി. SD കാർഡൊക്കെ ഞാൻ വാങ്ങിച്ചടാ മുത്തേ. അല്ല അപ്പം ഈ ഇത് എനിക്ക് നല്ല പേടിയുണ്ട്. ചാർജ് ഒക്കെ ചെയ്യേണ്ട സമയമൊന്നും അറിയത്തില്ല. എന്നിട്ട് നമ്മൾ മിനി ട്രൈപോഡ് ഓപ്പൺ ചെയ്യും. SD കാർഡ് ഞാൻ വാങ്ങിച്ചായിരുന്നു. ഇതിൽ 512GB വരെ സപ്പോർട്ട് ചെയ്യും. SD കാർഡ് ഞാൻ പൊട്ടിച്ചിട്ടില്ല. ഇവര് കുറച്ച് SD കാർഡ്സിന്റെ പേര് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ട് വാങ്ങിച്ചതാണ്. പക്ഷെ ആ മെൻഷൻ ചെയ്ത സാധനം ഒന്നും അല്ല. ഇതൊരു കിങ്സ്റ്റൺ ഒക്കെയാണ് പോകുന്നത്. ഞാൻ സാൻഡിസ്കാണ് വാങ്ങിച്ചത്. സാൻഡിസ്ക് ഇവർ പറഞ്ഞിട്ടുണ്ട് എക്സ്ട്രീം പ്രോ 32GB ആണ് പറഞ്ഞിരുന്നത്. ഇത് എക്സ്ട്രീം പ്രോ ആണ്. എക്സ്ട്രീം പ്രോ എന്ന് പറഞ്ഞാൽ പല വേരിയൻസ് ഉണ്ട് SD കാർഡ്സിൽ തന്നെ. അതിൽ ഇച്ചിരി കൂടെ ഒരു സ്പീഡ് കിട്ടുന്നതും റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് കൂടുതലുള്ള ഒരു സാധനം ഈ പ്രോ വെർഷൻ ആണ്. ഇതിന്റെ അൾട്ര ഉണ്ട്, ഇതിന് തൊട്ട് താഴെയുള്ള, അതിന് കുറച്ചും കൂടെ വില കുറവാണ്. ഇതിൽ കണ്ടോ മേളില് ഡ്രോണിന്റെ പടമൊക്കെ എഴുതിയിരിക്കുന്നത്, ലൈക്ക് ആക്ഷൻ സീക്വൻസ്, ആക്ഷൻ ക്യാമറാസ്, അതുപോലത്തെ ഡ്രോൺ, അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഒരു ക്യാമറയുടെ ഈ ഒരു മെമ്മറി കാർഡാണ്. തുടക്കമായതുകൊണ്ടാണ് ഈ ഒരു മണ്ടത്തരങ്ങളൊക്കെ വായിന്ന് വന്നു പോകുന്നത്. ഞാൻ ഈ വലിയ യൂട്യൂബേഴ്സിനെ പോലൊന്നും പഠിച്ചിട്ടില്ലല്ലോ, അവർക്ക് അതിൻ്റെതായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഇതെന്റെ 2ാമത്തെ 3ാമത്തെ വ്ളോഗാ. 3ാമത്തെ. ഓപ്പൺ ചെയ്യാം. കത്തി ഞാനും പണ്ടേ കൂട്ടാം. കൈ മുറിയണോ വേണ്ടയോ എന്ന് അവനാ തീരുമാനിക്കുന്നത്. പക്ഷെ എനിക്ക് സാധനം എടുത്തല്ലേ പറ്റുള്ളൂ. എന്താ ഇങ്ങനെ? എടാ ഇത് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് എളുപ്പം തുറക്കാനുള്ള വഴി എന്തേലും തന്നൂടെ? ഇങ്ങനെ പൊളിക്കാനായിട്ട് മനുഷ്യന്
ഓ 512 GB ഈ ഇരിക്കുന്ന. എങ്ങനെ ഇതിനകത്തോട്ട് കയറ്റുന്നേ? ഓടിയല്ലേ. കേറി. വാ മസ്ത്. SD കാർഡ് 28 മണിക്കൂറും 12 മിനിറ്റും നമുക്ക് ഇതുവഴി വീഡിയോ ചെയ്യാം. എങ്ങനെയുണ്ട് ഗൈസ്? എന്നെ കണ്ടോ? ഹുയിങ് 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 ഹുയിങ്. ഇങ്ങനെയൊക്കെ പോനങ്ങ് ചരിഞ്ഞൂടാ. ഇങ്ങനെ ചരിയാൻ പാടില്ല, നീ മനസ്സിലായോ? ഹുയിങ്. അപ്പം ഇതാണ് DJI Pocket 3. ഇനി ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ, ഞാൻ ഇത് എങ്ങനെയുണ്ടെന്ന് യൂസ് ചെയ്ത് നോക്കി ഒക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പം അല്ല വൈഡ് ആംഗിൾ ഇതിലൊരു ക്ലിപ്പ് ഉണ്ടെന്ന് പറഞ്ഞ സാധനം എന്ത് ചെയ്യും? ഞാൻ നേരത്തെ എടുത്ത് കാണിച്ച ക്ലിപ്പ് അല്ലായിരുന്നു. അപ്പം അത് ക്ലിപ്പല്ലടാ, അത് വൈഡ് ആംഗിൾ ആയിരുന്നു. ഇതിന്റെ ക്ലിപ്പ് എന്ത് ചെയ്യും? പറ്റിച്ച ക്ലിപ്പേ ക്ലിപ്പേ ഒട്ടിച്ചു വെക്കാനുള്ളതാണ്. ഇനി ഇത് ചാർജ് ചെയ്തിട്ട് One eternity later. എവിടെ കിട്ടി ഗൈസ്? ഇതിനൊരു ഈ കുഞ്ഞു ഇവിടെ ഒരു ഉറ ഉണ്ടായിരുന്നു. ഇതൊരു അറയാന്നുള്ളത് എനിക്ക് മനസ്സിലാവണ്ടേ? ഇത് കണ്ടോ? ഇതിനകത്തൊരു അറയാ. ഇതിനകത്ത് ഈ ഒരു സുന ഒളിച്ചിരിക്കുവായിരുന്നു. അങ്ങനെ പറ്റിക്കത്തൊന്നുമില്ല, എന്നാലും ഞാൻ വെറുതെ ഒന്ന് പേടിച്ചു. ഇപ്പൊ ഒന്നും പൊട്ടിക്കണല്ലോ, എനിക്കിപ്പോ ക്ലിപ്പിന്റെ ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോ എനിക്ക് വെക്കാം. മാഗ്നറ്റ് ഊരി അങ്ങ് പോയി വിടും. DJI അയ്യടായി. നീ പിണങ്ങണ്ട, നിന്നെ ഞാൻ ഉപയോഗിക്കും. നീയേ എനിക്കുള്ളൂ. ഇത് വഴിയെ ഞാൻ പറയാം. അപ്പം ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. അപ്പൊ ഗൈസ്, DJI Osmo Pocket 3 ഫ്രണ്ട്സ് അല്ലേ നമ്മൾ? ഓക്കെ, ഡിജോ ഡിജോ. ഓക്കെ ഗൈസ്, ഐ ആം സൈനിങ് ഓഫ്. അപ്പൊ ഓക്കെ ഗൈസ്, ഞാൻ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. ഒരു 3-4 ഓക്കെ ആയെന്നറിയാം. ഓക്കെ, ബൈ. അങ്ങനെ എത്തണം. ഇനി ഓഫ് ചെയ്യണമെങ്കിൽ ഇരി അവിടെ. സെറ്റപ്പ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരുന്നത്. ഇതിപ്പോൾ എടുക്കുന്ന ഈ DJI Osmo Pocket 3 നോക്കിക്കോണേ. ഇതെൻ്റെ ഫോൺ. ഈ കാണുന്നത് ഞങ്ങൾ തുണി ഉണക്കുന്ന ഞങ്ങളുടെ ഡ്രയറാണ്, ഡ്രയർ സ്റ്റാൻഡാണ്. അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടൊരു സ്പൈഡർ ട്രൈപോഡ് ഞാൻ നേരത്തെ വാങ്ങിയായിരുന്നു, ആ സാധനം ഇത്. പിന്നെ ഈ ഒരു എന്താ പറയുക, ക്ലിപ്പ്, മൊബൈൽ ക്ലിപ്പ് ഇവിടെ മൗണ്ട് ചെയ്ത് അതിൽ ക്ലിപ്പ് ചെയ്ത് ഇത് വെച്ച് താങ്ങിയാണ് നിർത്തിയേക്കുന്നത്. അതിനെയും കൂടെ വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ സ്റ്റാൻഡ് മൊത്തത്തോടെ മറിഞ്ഞങ്ങ് വീഴും. അപ്പോൾ അതിനെ ഒന്നൊരു ബലപ്പിക്കാൻ വേണ്ടി നല്ല അങ്ങ് വെച്ചതാണ്. അവസ്ഥയാണ്.